മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. 50 നോമ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സഹനത്തെയും കുരിശിനെയും കുറിച്ചുള്ള ചിന്തകളാണ്. ഇന്ന് നമ്മുടെ ധ്യാന ചിന്ത സഹനത്തെക്കുറിച്ചാവട്ടെ. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ സഹനത്തിലൂടെ കടന്നുപോയേ തീരും. സഹനം 2 വിധത്തിലാവാം, സ്നേഹത്തോടെയും സ്നേഹം കൂടാതെയും. വിശുദ്ധാത്മാക്കളൊക്കെ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ ക്ലേശങ്ങൾ സഹിച്ചു. അവർ അവയെ സ്നേഹിച്ചു.
എന്നാൽ നമ്മൾ പലപ്പോഴും കോപത്തോടും വെറുപ്പോടും മടിയോടും കൂടിയാണ് സഹനത്തെ സ്വീകരിക്കുന്നത്. നമ്മൾ അവയെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ ആത്മാർത്ഥമായി ആഴമായി സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്കും നിശ്ചയമായും പീഡകളെ സ്നേഹിക്കുവാൻ, അവയിൽ ആനന്ദം കണ്ടെത്തുവാൻ കഴിയുമായിരുന്നു. നമ്മെ പ്രതി, നമ്മെ എന്നല്ല, ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എന്നെ പ്രതി സന്തോഷത്തോടെ പീഡകൾ സഹിച്ച, നാം ഓരോരുത്തരെയും വീണ്ടെടുത്ത് രക്ഷിച്ച, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളെ സ്വീകരിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യമായി. സഹനം അതൊരു സൗഭാഗ്യമാണ്. അതിനൊറ്റ കാര്യം മാത്രം: സഹിക്കുന്നതിനോടൊപ്പം സ്നേഹിക്കുക, സ്നേഹിക്കുന്നതിനോടൊപ്പം സഹിക്കുക. സഹനവേളകൾ ഈശോ നമ്മെ കൂടുതൽ സ്നേഹിക്കുന്ന അവസരങ്ങളായി വിശ്വസിച്ച് സന്തോഷത്തോടെ അവിടത്തേക്ക് പ്രതിസ്നേഹം നൽകുവാൻ നമുക്ക് കഴിയണം. സത്യത്തിൽ കുരിശിൻ്റെ വഴിയിൽ ആദ്യത്തെ ഒരു പടി മാത്രമേ അധികം ക്ലേശകരമായിട്ടുള്ളൂ. കുരിശുകളെ നാം ഭയപ്പെടുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കുരിശ്. നമ്മൾ എത്ര പരിശ്രമിച്ചാലും കുരിശുകൾ നമ്മെ പൂർണ്ണമായി വിട്ടൊഴിയുകയില്ല. എങ്ങനെയെങ്കിൽ കുരിശുകളെ സ്നേഹിച്ചുകൊണ്ട് അവയെ സ്വർഗ സമ്പാദനത്തിനുള്ള അവസരങ്ങളാക്കി നമുക്ക് ഉപയോഗിച്ചുകൂടെ? നശ്വരമായ ഈ ലോകത്തിലെ നിത്യതയിലേക്കുള്ള നിക്ഷേപമാണ് സഹനമെന്ന് തിരിച്ചറിയണം. നല്ലവനായ ദൈവം നമുക്ക് സഹനങ്ങൾ, കുരിശുകൾ ഒക്കെ അയക്കുമ്പോൾ നാം അവയോട് എതിർക്കുന്നു, പരാതിപ്പെടുന്നു. നമ്മുടെ സുഖത്തിനും താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സ്വാർത്ഥതകൾക്കും എല്ലാം എതിരായി വരുന്നവയുടെ പിന്നിൽ ദൈവതൃക്കരം കാണാൻ നമുക്ക് കഴിയണം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ എന്ന ഗാനം നമ്മൾ ആസ്വദിച്ചു പാടുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കുരിശ് എനിക്ക് രക്ഷയാണ് എന്നും ഈ കുരിശു വഴിയാണ് സ്വർഗം പ്രാപിക്കേണ്ടത് എന്നും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലെ അസുഖങ്ങളും പരീക്ഷകളും ക്ലേശങ്ങളുമെല്ലാം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര സുഗമമാക്കുന്ന കുരിശുകളാണ്. ഇവയെല്ലാം വേഗം അവസാനിക്കും. എന്നാൽ ഇവയെ യോഗ്യതയോടെ സ്വീകരിക്കുന്നതിലൂടെ നിത്യമായ സമ്മാനമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് കുരിശ്. സഹനം. ഒരു പിശുക്കൻ പണത്തിന് പിന്നാലെ പായുന്നത് പോലെ നമുക്കും കുരിശിൻ്റെ പിന്നാലെ ഓടാൻ കഴിയണം. അവസാന വിധി ദിവസത്തിൽ കുരിശ് മാത്രമേ നമുക്ക് സങ്കേതമായിട്ട് ഉണ്ടാവൂ. അവസാന നാളുകളിൽ നമ്മുടെ ക്ലേശങ്ങളെപ്പറ്റി നമ്മൾ സന്തോഷിക്കും, അവമാനങ്ങളെക്കുറിച്ച് അഭിമാനിക്കും. ത്യാഗപ്രവർത്തികൾ നമുക്ക് അമൂല്യനിധികളാവും. കുരിശിനോടുള്ള സ്നേഹവും കുരിശിൻ്റെ ശക്തിയും വഴിയാണ് നമ്മുടെ ആത്മാവ് കർത്താവിനോട് യോജിക്കുന്നത്. സഹനം അത് നൈമിഷികമാണ്. എന്നാൽ അത് നമുക്ക് നൽകുന്ന സ്വർഗഭാഗ്യം എത്രയോ ശ്രേഷ്ഠമാണ്, നിത്യമാണ്. അതിനാൽ സഹനത്തെ ദൈവം നൽകുന്ന സമ്മാനങ്ങളായി നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. സഹനത്തിൻ്റെ വഴിയിൽ നമ്മുടെ മാതൃക പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ കുരിശിനടുത്ത് മറിയം നിൽക്കുന്നുവെന്നാണ് യോഹന്നാൻ നൽകുന്ന സാക്ഷ്യം. ഈശോയുടെ കുരിശിനോട് ചേരുവാൻ മറിയത്തെ സന്നദ്ധയാക്കിയത് വിശ്വാസമാണ്. സഹനമല്ല, അതിന് പിന്നിലുള്ള സ്നേഹവും വിശ്വാസവുമാണ് പ്രധാനം. കാൽവരി പരിശുദ്ധ അമ്മയ്ക്കും സഹനത്തിൻ്റെ കൊടുമുടിയായിരുന്നു. പരിശുദ്ധ അമ്മ സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം കണ്ടെത്തിയ വ്യക്തിയാണ്. സഹനം ഒരു കൂദാശയാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ പനിനീർ ഒഴുകുന്ന വഴി. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം.
ഒരു കൂടാരം ഞാൻ നിനക്കായി തീർത്തിടാം. ഹൃദയമാം എമ്മാവൂസിൽ നാഥാ ഞങ്ങളോടൊത്തു വസിച്ചാലും ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു ഞങ്ങൾ. ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു ഞങ്ങൾ. ഉത്ഥിതനായി നീ എഴുന്നള്ളുമ്പോഴെൻ ഉൾക്കണ്ണിൻ മറനീക്കണേ നാഥ. വിശ്വാസദീപം തെളിക്കേണമേ. ഉത്ഥിതനായി നീ എഴുന്നള്ളുമ്പോഴെൻ ഉൾക്കണ്ണിൻ മറനീക്കണേ നാഥ. വിശ്വാസദീപം തെളിക്കേണമേ. ശാന്തിതൻ പകലും അസ്തമിക്കുമ്പോൾ, ശാന്തിതൻ പകലും അസ്തമിക്കുമ്പോൾ യേശുവേ നീ കൂടെ വാഴേണമേ. നയിക്കേണമേ, വന്നു നിറയേണമേ. തിരുവോസ്തിയായി എന്നിലലിയേണമേ. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും അന്നാ താബോറിൻ തിരുമുഖശോഭ ഇന്നീ തിരുവോസ്തിയിൽ കാണാൻ പുണ്യമായെന്തു ഞാൻ ചെയ്തു നാഥ. അന്നാ താബോറിൻ തിരുമുഖശോഭ ഇന്നീ തിരുവോസ്തിയിൽ കാണാൻ പുണ്യമായെന്തു ഞാൻ ചെയ്തു നാഥ. കാൽവരിക്കുന്നിലെ കാരുണ്യമോർത്ത്, കാൽവരിക്കുന്നിലെ കാരുണ്യമോർത്ത് കാലങ്ങൾ നിന്നെ നമിക്കുന്നിതാ. നയിക്കേണമേ, വന്നു നിറയേണമേ. തിരുവോസ്തിയായി എന്നിലലിയേണമേ. നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും ഒരു കൂടാരം ഞാൻ നിനക്കായി തീർത്തിടാം. ഹൃദയമാം എമ്മാവൂസിൽ നാഥ ഞങ്ങളോടൊത്തു വസിച്ചാലും ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടുന്നു ഞങ്ങൾ. ആത്മാവിലും
ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ എവിടെ ഇരിക്കുവിൻ. ഈശോ പത്രോസിനെയും യാക്കോബ്, യോഹന്നാൻ ഇവരെയും കൂട്ടിക്കൊണ്ടുപോയി അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുവിൻ. മർക്കോസ് 14:32-34. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയോട് ഉണർന്നിരിക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ സമയം അങ്ങയുടെ കൂടെ ഈ സക്രാരിക്ക് മുമ്പിൽ ഒന്നിച്ചു കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ഹൃദയത്തെയും മുഴുവനായും അവിടുത്തെ സാന്നിധ്യ അവബോധത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്വർഗത്തിൽ അനവരതം അങ്ങയെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സകല മലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ ആരാധനാ സ്തുതി സ്തോത്രങ്ങൾക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രയാസങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഞങ്ങളിൽ അനുഭവപ്പെടുന്ന വേദനയെ അതിജീവിക്കുവാൻ ശക്തി തരണമേ. നമ്മുടെ കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയെങ്കിൽ കണ്ണീർ വാർത്തുകൊണ്ട് നിന്ന മഗ്ദല മറിയത്തെ നമുക്ക് മാതൃകയാക്കാം. ഈശോയെ, പ്രത്യേകമായും തിരഞ്ഞെടുത്ത് 3 വർഷം കൂടെ കൊണ്ടു നടന്ന് പരിശീലനം നൽകിയ ശിഷ്യന്മാർക്കല്ല, പരശുപാപിനിയായ മഗ്ദല മറിയത്തിനാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയെ ആദ്യം കാണാൻ ഭാഗ്യം ലഭിച്ചത്. ഈശോയെ, ഞങ്ങളും ഈ സമയം അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുന്ന അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പത്രോസ് യോഹന്നാനും കല്ലറയ്ക്ക് സമീപമെത്തി. അത് ശൂന്യമാണെന്ന് അവർ കണ്ടു, വിശ്വസിച്ചു. യേശുവിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടായില്ല. പിന്നീട് ശിഷ്യന്മാർ തങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. അവരുടെ ചിന്തകൾ ദുഃഖവെള്ളിയാഴ്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമുള്ള ഉയർപ്പിനെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, അവിടുന്ന് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ഈ തിരുവെഴുത്ത് അതുവരെ അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതിനാൽ അവർ ദൈവത്തിൻ്റെ വഴി ഉപേക്ഷിച്ച് സ്വന്തം വീടുകളിലേക്ക് പോയി. ഈശോയെ, ഇതുതന്നെയാണല്ലോ ഞങ്ങൾക്കും സംഭവിക്കുക. കർത്താവിൻ്റെ വഴികളെ വിട്ട് സ്വന്തമായ വഴികളിലൂടെ പോകുമ്പോൾ ഉത്തിതനായ അങ്ങയെ കാണുവാൻ, അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ മഗ്ദല മറിയം താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരമെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചു. യോഹന്നാൻ 20:11 പറയുന്നു, മറിയം ശവകുടീരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. തന്നെ നിലവിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എന്നും സമീപസ്ഥനാണ്. ദാഹത്തോടെ അവിടുത്തെ പക്കൽ അണയുന്നവർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈശോ അരുളി ചെയ്തത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അയാൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യേശുവിനു വേണ്ടി യഥാർത്ഥത്തിൽ ദാഹിക്കാത്തപ്പോൾ നമുക്കും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളായി മാറുവാൻ സാധിക്കുകയില്ല. ഈശോയെ, അങ്ങയുടെ മഹത്വത്തിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാകുവാൻ, അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈശോയെ, യഥാർത്ഥമായൊരു ദാഹം, അങ്ങയെ കാണണമെന്നുള്ള നിർബന്ധ ബുദ്ധി, അതിനാവശ്യമായ ക്ലേശങ്ങൾ സഹിക്കുവാനുള്ള സന്നദ്ധത, ഇവയൊന്നും വേണ്ട വിധം ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഈശോയെ, അങ്ങ് പിതാവിൻ്റെ ഹിതമനുസരിച്ച് സഹനങ്ങളെ ഏറ്റെടുത്തപ്പോഴാണല്ലോ ഉത്ഥാനത്തിന് മഹത്വത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചത്. പിതാവിൻ്റെ ഹിതത്തെ സ്വജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹത്തോടെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി സഹനങ്ങൾ ഏറ്റുവാങ്ങി
ഞങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് ഞങ്ങളെ വീണ്ടെടുത്ത ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ അങ്ങേ കാണുവാൻ ആഗ്രഹിച്ച മറിയം കരഞ്ഞുകൊണ്ട് നിൽക്കുക മാത്രമല്ല ചെയ്തതെന്ന് യോഹന്നാൻ 20:11 പറയുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. അവൾ കുനിഞ്ഞു നോക്കിയപ്പോൾ കല്ലറ ശൂന്യമല്ല. വെള്ള വസ്ത്രം ധരിച്ച് 2 ദൈവദൂതന്മാരെ അവൾ കല്ലറയ്ക്കുള്ളിൽ കാണുന്നു. ഈശോയെ ഞങ്ങളും സ്വയം താഴുവാൻ തയ്യാറായെങ്കിലേ, താഴ്മയുള്ളൊരു ഹൃദയമുണ്ടെങ്കിലേ എനിക്കും പ്രതാപവാനായി അവിടുത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ അവിടുത്തെ മുൻപാകെ കുനിയുവാൻ, എളിമയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ അവിടുത്തെ അനുഗ്രഹമാരി ഞങ്ങളിലേക്ക് വർഷിക്കപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലൂക്ക 10:21 പറയുന്നു, എന്നാൽ അവ വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മറിയത്തിൻ്റെ ഉദരത്തിലാണല്ലോ ഈശോ പിറന്നത്. താഴ്മയുള്ളവരിലെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ താഴ്മയോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ, അങ്ങേ കൂടാതെ അതൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലാതെ ബലഹീനരായ ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കാനായിട്ടുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിത സഹനങ്ങളിൽ അവിടത്തേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളിൽ ഭയപ്പെട്ട് മാറി നിൽക്കാതെ, നിരാശരാകാതെ അവിടുത്തോടത്ത് കുരിശു വഹിക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളും സ്വർഗസമ്പാദനത്തിനുള്ള അവസരങ്ങളായി തിരിച്ചറിയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നശ്വരമായ ഈ ലോകത്തിലെ സഹനങ്ങളും നശ്വരമാണെന്നും നൈമിഷികമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ കൃപകൾ നിത്യതയോളം വലുതാണെന്ന് തിരിച്ചറിയാനുള്ള ആ വലിയ വെളിച്ചം, ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഖവും താല്പര്യങ്ങളും സ്വാർത്ഥതകളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ ഏറ്റവും വലിയ ദാഹത്തോടുകൂടി, എളിമയോടുകൂടി അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ജീവിതാനുഭവങ്ങളെല്ലാം സന്തോഷത്തോടെ വിശ്വാസപൂർവം സ്വീകരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുമുള്ള സഹനങ്ങൾ, കുരിശുകൾ സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്ന അവസരങ്ങളാണ്, അല്ല അതിനുള്ള വഴികളാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഈശോയെ സഹനങ്ങളില്ലാത്ത ജീവിതം നഷ്ടമാണ്, ഇന്നെനിക്ക് സഹിക്കാൻ കിട്ടിയില്ലല്ലോ, ഈശോ എന്നെ മറന്നോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ സഹനത്തെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചെറുതും വലുതുമായ കുരിശുകളെ, സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സഹിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കല്ലറയിൽ ദൈവദൂതന്മാരെ കണ്ട മറിയം, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന അവരുടെ വാക്കുകളിൽ തൃപ്തി വരാതെ ഈശോയെ അന്വേഷിക്കുകയാണ്. യോഹന്നാൻ 20:14 പറയുന്നു, അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ ഈശോ നിൽക്കുന്നത് കണ്ടു. ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് നോക്കിയാൽ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ
അവിടുത്തെ അത്ഭുതകരമായ അതിശയകരമായ പരിപാലനയെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളിലും വേദനകളിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളെ തിരിച്ചറിയുന്നു. ഞങ്ങളെ അനാഥരായി വിട്ടുകളയാതെ ഞങ്ങളുടെ സഹനങ്ങളിൽ ഞങ്ങളോടൊപ്പമായിരുന്നുകൊണ്ട് ആശ്വാസദായകനായി ശക്തി പകരുന്നവനായി ഞങ്ങളോടൊപ്പം അങ്ങുണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു. വലിയ തകർച്ചയിലൂടെ കടന്നുപോയ സങ്കീർത്തകൻ്റെ വാക്കുകൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. സങ്കീർത്തനം 77 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കഷ്ടതകളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് തുടിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടെ തന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രി ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ചോദ്യം ഉയരുകയും ചെയ്യുന്നു: കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലയോ? സങ്കീർത്തകനെ പോലെ മനസ്സിടിഞ്ഞ വിചാരങ്ങളുള്ളപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, അവിടെ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നിങ്ങനെയുള്ള ചിന്തകൾ, ആത്മീയ അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന അവസരങ്ങൾ നമുക്കും ഉണ്ടാവാം. നമുക്കും സങ്കീർത്തനെ പോലെ കർത്താവിനോട് പ്രാർത്ഥിക്കാം: ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ടങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ കുനിയുവാനും അതുവഴി അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ അസ്വസ്ഥതപ്പെടാതെ അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. പാപിനിയായ മഗ്ദലന മറിയത്തിന് സ്വയം വെളിപ്പെടുത്തി കൊടുത്ത ഈശോയെ, അങ്ങയുടെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. മുമ്പോട്ടുള്ള വഴി കാണാതെ അന്ധകാരത്തിൽ ഞങ്ങൾ തപ്പിത്തടയുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ സഹായത്തിന് വരണമേ. പിന്തിരിഞ്ഞു നോക്കുവാനും അങ്ങയെ കാണുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വപൂർണനായി ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്ന് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. നമുക്ക് ഈ സമയം മൗനമായിരുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ ഉയർന്നു വരുന്ന ആരാധന സ്തുതി പ്രകരണങ്ങളെ നിശബ്ദമായി ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധന സ്തുതി സ്തോത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും അവിടത്തേക്ക് സമർപ്പിക്കാം. നിശബ്ദരായി ഈ സമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവ് നമ്മുടെ വേദനകളുടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ കൈപിടിച്ച് നടത്തിയ എണ്ണമറ്റ നിമിഷങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് നമ്മോട് പറയുന്ന, നമ്മോട് ചേർന്ന് നടക്കുന്ന നമ്മുടെ ദിവ്യസ്നേഹിതനായ ഈശോയുടെ സ്വരം നമുക്ക് ശ്രവിക്കാം. നമ്മളെ അനാഥരായി വിട്ടുകളയാതെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആ നാഥൻ്റെ സാന്നിധ്യം നമുക്ക് നിശബ്ദരായിരുന്ന് അനുഭവിക്കാം. നമ്മൾ പരാതി പറഞ്ഞ, പരിഭവം പറഞ്ഞ ആ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അവിടത്തേക്ക് മാപ്പപേക്ഷിക്കാം. എണ്ണമറ്റ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് അവിടത്തേക്ക് നന്ദി പറയാം. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം.
ലോകം മുഴുവന് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ഉപകാരികൾക്ക് വേണ്ടിയും നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും നമ്മൾ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയും രോഗികളായി കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും തിന്മയുടെ വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലുമുള്ള ദിവ്യസക്രാരികളിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ ഈശോയുടെ വലിയ സാന്നിധ്യം ഈ ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയുടെ ഒരു സ്തുതി ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ പാടിപ്പുകഴ്ത്താം.
ഈശോയെ